ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ഈ 2025 ഏപ്രിൽ മാസത്തിൽ പ്രഖ്യാപിച്ചതിന് ശേഷം സന്തോഷ് പാലത്തുംപാടൻ പറയുമ്പോൾ ഇവിടെ ജാതി ഉണ്ടായി, സണ്ണി എം കവിക്കാട് പറയുമ്പോൾ ഇവിടെ ജാതി ഉണ്ടായി, ബൈജു കലാശാല പറയുമ്പോൾ, പുന്നല ശ്രീകുമാർ പറയുമ്പോൾ ഇവിടെ ജാതി ഉണ്ടായി. അതുകൊണ്ടാണ് നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യും, എത്ര മണിക്ക് നമ്മൾ 28 കെട്ടണം, അത് പുള്ളി തീരുമാനിക്കും. അത് അവിടുത്തെ തിരുമേനി ഓപ്പൺ സെമിനാർ നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ഈ വേദിയിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ അതിൽ വീണ്ടും പങ്കെടുക്കും. അപ്പോ അങ്ങനെ എല്ലാ ഈ ഓപ്പൺ സെമിനാറിന്റെ മോഡറേറ്ററായിട്ടിരിക്കുന്ന ബഹുമാന്യനായ സഹോദരൻ കൂടിയായ ശ്രീ PT ലീതേഷ് അവർ ഈ ഓപ്പൺ സെമിനാറിലേക്ക് മുഴുവൻ സഹോദരങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും സ്വാഗതം ചെയ്ത ശ്രീ ഷാജി കെ ആനാരി, ഈ ഓപ്പൺ സെമിനാറിൽ സംബന്ധിക്കേണ്ടിയിരിക്കുന്ന ബഹുമാന്യനായ സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ TS ശ്യാംകുമാർ, ഇപ്പോൾ അദ്ദേഹം കോട്ടയത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഓപ്പൺ സെമിനാറിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നെ സാമൂഹ്യ രംഗത്ത് 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വാഗ്മി സംഘാടകൻ ശ്രീ K അംബുജാക്ഷൻ അവർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തും ആത്മീയ രംഗത്തും വിപ്ലവം രചിച്ചുകൊണ്ടിരിക്കുന്ന നവമാധ്യമങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ ജെയ്സ് പാണ്ടനാട് അവർ, KPMSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ബൈജു കലാശാല അവർ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെ, അടുത്തും അകലെ നിന്നും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, ഈ ഇക്വാലിറ്റി ലിബർട്ടി ഫ്രട്ടേണിറ്റി എന്ന പേരിൽ ഒരു ബാനർ വരികയും ആ ബാനറിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന നിലയിൽ ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഉയർത്തി കാണിക്കുന്നത് സ്വജനപക്ഷപാതം വേഴ്സസ് പ്രാതിനിധ്യ ജനാധിപത്യം. ഈ സ്വജനപക്ഷപാതം വേഴ്സസ് പ്രാതിനിധ്യ ജനാധിപത്യം എന്നുള്ളത് ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു, ഇതിനൊരു മുദ്രാവാക്യം എന്ന നിലയിൽ അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ എല്ലാ ഹൈക്കോടതി ജഡ്ജിമാരെയും പരിശീലിപ്പിക്കുന്ന പ്രഗത്ഭനായ ഡോക്ടർ മോഹൻ ഗോപാൽ അവറുകളാണ് പറഞ്ഞത്, നിങ്ങൾ ഉയർത്തുന്ന ഈ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച ഒരു പ്രയോഗം എന്ന നിലയിൽ ഈ സ്വജനപക്ഷപാതം വേഴ്സസ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന പേര് സ്വീകരിക്കുന്നതാണെന്നല്ലാതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് വളരെ നന്നായി നിരീക്ഷിച്ച സാമൂഹ്യ ബോധത്തിന്റെ പശ്ചാത്തലത്തിൽ അത് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ പേര് ഞങ്ങൾ അതേപടി സ്വീകരിക്കുവാൻ തയ്യാറായത്. ഇതിന്റെ എല്ലാം ആധാരം എന്ന് പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന ജനാധിപത്യവാദികളുടെ ആവശ്യം എന്ന നിലയിലാണ്. നമ്മൾ എന്തുകൊണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി, അതായത് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ആലപ്പുഴ ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന ഈ വാർഡ് വിഭജനത്തിന് ശേഷം നറുക്കെടുപ്പ് കർമ്മത്തിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരുന്ന ആളുകൾ തന്നെ പങ്കെടുത്ത് കാണും, അല്ലെങ്കിൽ ഇത് അകലെ നിന്ന് കേൾക്കുന്ന ആളുകളൊക്കെ ഇതിൽ പങ്കെടുത്ത ആളുകളായിരിക്കും. അപ്പോ ഈ കോളുകളൊക്കെ വന്നതിന് അവർ പറയുന്നത്, ഞങ്ങളുടെ പഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം കൂടിയിട്ടും റിസർവേഷൻ വാർഡുകളുടെ സംവരണീയരായുള്ള ആളുകളുടെ വാർഡുകൾ കുറഞ്ഞു പോയിട്ടുണ്ട്, ചിലത് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, വർദ്ധിക്കേണ്ടടുത്ത് ഇത് വർദ്ധിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് പറയുന്നത്. ഈ ആക്ഷേപം പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, 26 വാർഡുകൾ മാത്രമുണ്ടായിരുന്ന ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഇന്ന് 52 വാർഡുകളായിട്ടുണ്ട്. അപ്പോഴും ഒരു റിസർവേഷൻ സീറ്റാണ് വന്നിരിക്കുന്നത്. ഇതാരാണ് ചോദിക്കേണ്ടത്? ചിറ്റാർ ഗ്രാമപഞ്ചായത്ത്, ഇന്നലെ ഞാൻ പറഞ്ഞാണ്, ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൽ 14 വാർഡുകളുണ്ട്. ഈ 14 വാർഡുകളിൽ ജനസംഖ്യ വളരെ നന്നായി SC ST വിഭാഗത്തിൽ ഉണ്ടായിട്ടും
വാർഡ് ഒരെണ്ണം കൂടിയിട്ടും ഈ റിസർവേഷൻ വാർഡുകളുടെ എണ്ണം കൂടുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെ പല പഞ്ചായത്തുകളിലും ഞാൻ 2 കാരണങ്ങൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഈ 10 വാർഡുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും SC/STക്ക് അതിന്റെ 10% എന്ന നിലയിൽ ഒരു വാർഡ് കൊടുത്തേ മതിയാവും. ഇത് കൂടാതെ തന്നെ ആ ജനസംഖ്യ അനുപാതം കൂടി അവിടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എത്രത്തോളം ജനസംഖ്യയുണ്ട്, ഏത് വിഭാഗത്തിന്റെയും ജനസംഖ്യ മനസ്സിലാക്കിക്കൊണ്ട് വേണം വാർഡ് വിഭജനം നടത്തുമ്പോൾ ആ റിസർവേഷന്റെ തോത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ. നിർഭാഗ്യവശാൽ നമ്മൾ കാലാകാലങ്ങളായി നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ നമ്മളെ കൂടെ നിർത്തി വോട്ട് വാങ്ങിയിട്ട് അവർ വാർഡ് വിഭജനം വരുമ്പോൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം വരുമ്പോൾ ഈ ജനസംഖ്യാനുപാതം പരിശോധിക്കാറില്ല, ശതമാനക്കണക്ക് അവർ പരിശോധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഈ ജനസംഖ്യയുടെ കണക്ക് എത്രയാണെന്ന് നമ്മളായിട്ട് പരിശോധിക്കാനും പോകുന്നില്ല. വാർഡ് വിഭജനം വരുമ്പോഴാണ് ഭൂരിപക്ഷ സമൂഹത്തിന്റെ പ്രതിനിധികൾ ഞങ്ങൾക്ക് വാർഡ് ലഭിച്ചിട്ടില്ല, സംവരണത്തിന്റെ തോത് കുറഞ്ഞു പോയി എന്ന് പറയും. ഇത് ഉത്തരവാദിത്തത്തിന്റെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കും. നമ്മുടെ ഉത്തരവാദിത്ത കുറവ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്പോൾ ഒരു കുറ്റപ്പെടുത്തലിലല്ല ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ഈ 2025 ഏപ്രിൽ മാസത്തിൽ പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ 9% മാത്രം ജനസംഖ്യയുള്ള നായർ വിഭാഗവും കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയിൽ 3% മാത്രം ജനസംഖ്യയുള്ള സവർണ ക്രൈസ്തവ വിഭാഗങ്ങളും, ഈ 2 വിഭാഗങ്ങളും ഇന്ത്യൻ പ്രസിഡന്റിനും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നിവേദനം കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കരുതെന്നാണ്. നമുക്കറിയാം, ഒരു മന്ത്രിസഭാ തീരുമാനം പൂർത്തിയാക്കിയാൽ അതിനെ ചോദ്യം ചെയ്യുവാൻ പറ്റുന്ന അപ്പലേറ്റ് അതോറിറ്റികൾ ഇവിടെ നിലനിൽക്കുമ്പോൾ അവർക്ക് കോടതി വഴി ഇടപെടാം എന്നിരിക്കെ അതിന് മുതിരാതെ കേരളത്തിൽ 9% മാത്രമുള്ള ജനസംഖ്യയിൽ 9% മാത്രമുള്ള നായരും 3% മാത്രം ജനസംഖ്യയുള്ള സവർണ ക്രൈസ്തവരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഇങ്ങനൊരു നിവേദനം കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെടുന്നെങ്കിൽ അതിന്റെ പിന്നിൽ പല കള്ളത്തരങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ സകല മേഖലകളിലും ഞങ്ങൾ ഓപ്പൺ സെമിനാറുകളും അതുപോലെ തന്നെ ജനങ്ങളോട് നേരിട്ട് കൈപ്പുസ്തകങ്ങൾ കൊടുത്ത് ഇത് പ്രചരിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അതിന്റെ തുടക്കം എന്ന നിലയിലാണ്. എത്ര പരാജയപ്പെട്ടു പോയാലും ആലപ്പുഴയിൽ തന്നെ ഇങ്ങനൊരു ഓപ്പൺ സെമിനാർ തുടങ്ങുകയും ബാക്കി എല്ലാ ജില്ലകളിലും ഈ ബഹുജന സ്വഭാവമുള്ള, സ്വത്വബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, ജനാധിപത്യ മൂല്യം അനുസരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളെയും ഏത് സംഘടനകളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരം ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. അതാണ് ഇന്ന് ഇവിടെ ഈ ഓപ്പൺ സെമിനാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നതിന്റെ കാര്യം. എന്തിനാണ് ഈ NSSും സവർണ ക്രൈസ്തവരും എന്തുകൊണ്ടാണ് കേരളത്തിൽ ജാതി സെൻസസ് വേണ്ട എന്ന് പറയുന്നത്? അതിനവർ ഒരു പത്രസമ്മേളനത്തിൽ, കോടതിയെ സമീപിക്കാൻ പോകുന്നതിന് മുൻപ് അവരൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അവർ പറയുന്നത് കേരളത്തിലെ സമൂഹം ഒരു ജനാധിപത്യ പ്രബുദ്ധ പുരോഗമന സമൂഹമാണ്, അവർ വിഭജിക്കപ്പെടരുതെന്നാണ് പറയുന്നത്. മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നു, സാമൂഹികപരമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായും വേർതിരിക്കപ്പെടണം. ഇവിടെ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നത് കേൾക്കണോ, അതോ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് കേൾക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആശങ്കയുളവാക്കുന്നത്. നമുക്ക് ഒട്ടും മടി കൂടാതെ, ഒട്ടും ആശങ്കയില്ലാതെ നമുക്ക് പറയാൻ കഴിയും, മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നു, സാമൂഹ്യപരമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായും വേർതിരിക്കപ്പെടണം. തീർച്ചയായും അങ്ങനെ തന്നെ വേണം. ആ വേർതിരിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കണം? രാഷ്ട്രീയമായി വേർതിരിക്കപ്പെടുമ്പോൾ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ടിന്റെ മൂല്യം തിരിച്ചറിയും. ആ വോട്ടിന്റെ മൂല്യം തിരിച്ചറിയാതിരിക്കുവാൻ വേണ്ടിയാണ് NSSും സവർണ ക്രൈസ്തവ സഭകളും ഈ സമൂഹത്തെ വിഭജിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു കാരണവശാലും ഈ ജാതി സെൻസസ് നടപ്പിലാക്കരുതെന്ന് പറയുന്നത്. ഇതിലെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്, നമുക്കറിയാം 2019 ഫെബ്രുവരി മാസത്തിലാണ് നമ്മുടെ രാജ്യത്ത് EWS വരുന്നത്. എക്കണോമിക്കൽ വീക്കർ സെക്ഷനുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മുന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ആളുകളിലെ, അതായത് മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തിക പിന്നോക്കക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള EWS വരുന്നത്. EWS വരുന്നത് ഈ 2019 സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിക്കൊണ്ടാണെങ്കിലും
അതിനും 2 വർഷത്തിന് മുൻപേ കേരളത്തിൽ EWS നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ. നമ്മളത് മനസ്സിലാക്കണം. ഞങ്ങളതിനെ ഈ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു കരയോഗ സർക്കാർ എന്നാണ്. കേരളം ഇതുവരെ ഭരിച്ചത് LDFും UDFും ഒക്കെ ആണെങ്കിലും കേരളം ഇതുവരെ ഭരിച്ചത് കരയോഗ സർക്കാരാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും, NSSന്റെ ആളുകളല്ലോ നേരിട്ട് ഇത് ഭരിക്കുന്നതെന്ന്. ഞങ്ങൾ പറയുന്നത് NSSന്റെ ആളുകൾ നേരിട്ട് ഭരിക്കുന്നത് കൊണ്ടല്ല ഞങ്ങൾ ഇത് കരയോഗ സർക്കാർ എന്ന് പറയുന്നത്. കരയോഗത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും മന്ത്രിമാരായി വന്ന് ആ മന്ത്രിപദം വീതം വെച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ മൊത്തം ഈ 16% വരുന്ന പട്ടികജാതി സമൂഹത്തിന് മന്ത്രി ഇല്ലാതിരിക്കുകയും കേരളത്തിൽ 9% വരുന്ന നായർ വിഭാഗത്തിന് 18 ക്യാബിനറ്റ് മന്ത്രിമാർ വന്നതും അതുകൊണ്ടാണ്. ഞങ്ങൾ അതിനെ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ ഒരു കരയോഗ സർക്കാരാണ് ഭരിക്കുന്നത്. ഇത് UDF ഭരിച്ചാലും കരയോഗ സർക്കാർ തന്നെയാണ്. കാരണം അവരും 20 മന്ത്രിമാരുള്ളപ്പോൾ 11 മന്ത്രിമാരെ വീതം വെച്ചെടുക്കുന്ന ഒരു സാംസ്കാരിക സവിശേഷ പ്രബുദ്ധ കേരളമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മളൊക്കെ പറയുന്നത് ഈ പ്രബുദ്ധ കേരളത്തിൽ ജീവിച്ചത് വളരെ അഭിമാനകരമാണെന്നാണ് പറയുന്നത്. വളരെ അഭിമാനകരം. ഈ അഭിമാനകരമായ ഈ കേരളത്തിൽ, ഈ പ്രബുദ്ധ കേരളത്തിൽ ജനിച്ചു എന്ന് പറയുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നത് 22% കേരളത്തിൽ മൊത്തം ജനസംഖ്യയുടെ 22% വരുന്ന ജനസംഖ്യയുള്ള ഈഴവ സമൂഹവും 16% ജനസംഖ്യ വരുന്ന പട്ടികജാതി സമൂഹവും 4%-ലധികം ജനസംഖ്യ വരുന്ന പരിവർത്തിത ക്രൈസ്തവ സമൂഹവുമാണ് ഇവിടെ പറയുന്നത് ഈ പ്രബുദ്ധ കേരളത്തിൽ ഞങ്ങൾ ജീവിക്കുന്നുവെന്നും. ഈ പ്രബുദ്ധതയുടെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. ഞങ്ങൾ പറയുന്നതാണ് 22% വരുന്ന ഈഴവർക്കും ഈ 16% വരുന്ന പട്ടികജാതി സമൂഹങ്ങൾക്കും 4% വരുന്ന പരിവർത്തിത ക്രൈസ്തവർക്കും നിങ്ങൾ പറയുന്ന പ്രബുദ്ധത ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ആ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളൊരു കണക്ക് പറയുന്നത്. കേരളത്തിൽ 48 ചീഫ് സെക്രട്ടറിമാർ വന്നിട്ടുണ്ട് ഇതുവരെ. 1957 മുതൽ ഇതുവരെ കേരളത്തിൽ 48 ചീഫ് സെക്രട്ടറിമാർ വന്നിട്ടുണ്ട്. ഈ 48 ചീഫ് സെക്രട്ടറിമാരുടെ ജാതി നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മൾ പരിശോധിക്കണം. ഇവർ പറയുന്നത് TS ശ്യാംകുമാർ പറയുമ്പോഴാണ് കേരളത്തിൽ ജാതിയുള്ളത്. TS ശ്യാംകുമാർ പറയുമ്പോൾ ഈ പ്രബുദ്ധരായിട്ടുള്ള ഈ നായർ, ഈ സവർണ ക്രിസ്ത്യാനികളും സവർണ ഹിന്ദുക്കളും അല്ലെങ്കിൽ സവർണ കോൺഗ്രസുകളും സവർണ BJPകളും സവർണ കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ പറയുന്നത് TS ശ്യാംകുമാർ പറയുമ്പോഴാണ് ഇവിടെ ജാതി ഉണ്ടായതെന്നാണ്. സന്തോഷ് പാലത്തുംപാടൻ പറയുമ്പോൾ ഇവിടെ ജാതി ഉണ്ടായി. സണ്ണി M കവിക്കാട് പറയുമ്പോൾ ഇവിടെ ജാതി ഉണ്ടായി. ബൈജു കലാശാല പറയുമ്പോൾ, പുന്നല ശ്രീകുമാർ പറയുമ്പോൾ ഇവിടെ ജാതി ഉണ്ടായി. അല്ലെങ്കിൽ ഇവിടെ ജാതിയില്ലേ? ഈ ഞങ്ങളൊക്കെ പറയുമ്പോഴാണോ ഇവിടെ ജാതിയും ജാതി വ്യവസ്ഥയും ഉണ്ടായത്? നിങ്ങളുടെ ജാതിയുടെ കണക്ക് ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. നിങ്ങൾ ജാതിയെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നതിന്റെ കണക്കുകൾ ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. ബഹുമാന്യനായ ശ്രീ K അംബുജാക്ഷൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഈ ഒളിച്ചു കടത്താൻ നടത്തുന്ന ഈ ശ്രമം, അതാണ് ഞങ്ങൾ ഈ 48 ഈ ചീഫ് സെക്രട്ടറി. കേരളത്തിൽ മുഖ്യമന്ത്രി ഒഴിഞ്ഞാൽ കേരളം ഭരിക്കുന്ന ആരാണ്? കേരളം എപ്പോഴും ഭരിക്കുന്നത് എപ്പോഴും ഇവിടെ ചീഫ് സെക്രട്ടറിമാരാണ്. ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രി പടം മാത്രമാണ്. കേരളത്തിൽ ഇത് ഭരിക്കുന്നത് എപ്പോഴും ചീഫ് സെക്രട്ടറിമാരാണ്. 48 ചീഫ് സെക്രട്ടറിമാർ ഞാൻ മുൻപ് പറഞ്ഞു. ഈ 48 ചീഫ് സെക്രട്ടറിമാരിൽ 1957 മുതൽ ഇപ്പോൾ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതുവരെ നായർ വിഭാഗത്തിന് 19 ചീഫ് സെക്രട്ടറിമാരെ കിട്ടി. 19 ചീഫ് സെക്രട്ടറിമാരാണ് ഇതുവരെ കേരളം ഭരിച്ചത് നായർ സമുദായത്തിൽ നിന്നും. അവരുടെ ജനസംഖ്യ എത്രയാണ്? 9%. കേരളത്തിൽ 1%-ൽ താഴെയുള്ള ഒരു ജനവിഭാഗമുണ്ട് ഇവിടെ. അവർ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് കിട്ടി 12 ചീഫ് സെക്രട്ടറിമാരെ. കേരളത്തിൽ 3% മാത്രമാണ് ഇവിടുത്തെ സവർണ ക്രൈസ്തവരുടെ എണ്ണം എന്ന് പറയുന്നത്. അവർക്കും കിട്ടി 12 ചീഫ് സെക്രട്ടറിമാരെ. കേരളത്തിൽ 22% ഭൂരിപക്ഷ സമൂഹം എന്ന് പറയുന്നത് ഹൈന്ദവ സമുദായത്തിലെ, കേരളത്തിലെ ഹിന്ദുക്കളിലെ 22% എന്ന് പറയുന്നത് കേരളത്തിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട ശ്രീനാരായണീയരായുള്ള ആളുകളാണ്. അവർക്ക് എത്ര ചീഫ് സെക്രട്ടറിമാരെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര പേരെ കിട്ടിയിട്ടുണ്ട്? അവർക്ക് കിട്ടിയത് ഒരു ചീഫ് സെക്രട്ടറിയാണ്. ആ ചീഫ് സെക്രട്ടറി എത്ര കാലം ഇരുന്നു? 6.5 മാസക്കാലം. 6.5 മാസക്കാലമാണ് 22% ജനസംഖ്യയുള്ള ഈഴവ സമുദായത്തിൽ നിന്നും ഒരു ചീഫ് സെക്രട്ടറി ഇരുന്നത്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സമുദായം ഏതാണെന്ന് അറിയാമോ? ഈ പ്രദേശത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ, കണ്ണോടിച്ചാൽ
ഏറ്റവും കൂടുതൽ വഴിയോര കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ ഇസ്ലാമിക സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിക സഹോദരന്മാരാണ്. കേരളത്തിൽ 25% ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ എണ്ണം എന്ന് പറയുന്നത്. ആ 25% ഈ ഇസ്ലാമിക സമുദായത്തിൽ നിന്നും അവർക്ക് ലഭിച്ചത് ഒരു ചീഫ് സെക്രട്ടറിയാണ്. എത്ര മാസം? 8 മാസക്കാലം. നമ്മൾ മനസ്സിലാക്കണം കേരളത്തിന്റെ പ്രബുദ്ധത. നമ്മൾ മനസ്സിലാക്കണം 2% മാത്രം ജനസംഖ്യയുള്ള നാടാർ സമുദായത്തിന് 9 മാസം വരെ ഭരിക്കാൻ പറ്റുന്ന ഒരു ചീഫ് സെക്രട്ടറി കിട്ടി നാടാർ സമുദായത്തിന്. ഇനി നിങ്ങൾ പറയണം കേരളം എത്ര പ്രബുദ്ധമാണ്. നമ്മുടെ വീട്ടിലേക്ക് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇനി വരികയാണ്. കുറെ ആളുകൾ ഉടുപ്പ് തയ്പ്പിച്ചു വെച്ചിരിക്കുന്നു. കുറെ ആളുകൾ ഉടുപ്പ് തയ്പ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ വീടുകളിലേക്ക് വരുവാൻ, വോട്ട് ചോദിക്കാൻ. നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. വോട്ട് ചെയ്യുവാൻ മാത്രമല്ല തയ്യാറായി നിൽക്കുന്നത്, നമ്മൾ ഇവനെ ജയിപ്പിക്കാൻ ആവശ്യമായ അടിമപ്പണി ചെയ്യുവാൻ കൂടിയാണ് തയ്യാറായി നിൽക്കുന്നത്. കേരളത്തിലെ പട്ടികജാതി സമൂഹം, കേരളത്തിലെ പരിവർത്തിത ക്രൈസ്തവ സമൂഹം, കേരളത്തിലെ പട്ടികവർഗ സമൂഹം, കേരളത്തിലെ ഈഴവ സമൂഹം കേരളത്തിൽ രാഷ്ട്രീയ അടിമ തൊഴിലാളികളാണെന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയും. അതുകൊണ്ടാണ് കേരളത്തിൽ എപ്പോഴും 140 MLA-മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമായി 35-നും 40-നും ഇടയ്ക്ക് നായർ MLA-മാർ കേരളത്തിൽ ഉണ്ടാകുന്നത്. അവരുടെ ജനസംഖ്യ എത്രയാണ്? 9%. 9% നായർക്ക് 35-ഉം 40-ഉം MLA-മാരെ കിട്ടുമ്പോൾ ഇവിടെ 16% വരുന്ന പട്ടികജാതിക്കാരന് കിട്ടുന്നത് ഈ 16 MLA-മാർ സംവരണ സീറ്റിൽ നിന്ന് മാത്രമാണ് വരുന്നത്. ഈ കേരളത്തിലെ ചില നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നത് വളരെ കൃത്യമായി എണ്ണിപ്പറഞ്ഞ് ജയിക്കാൻ കഴിയുന്ന 39 മണ്ഡലങ്ങൾ, ഡയറക്റ്റ് ആയിട്ട് ജയിക്കാൻ പറ്റുന്ന 39 മണ്ഡലങ്ങൾ സ്വന്തമായുള്ള പട്ടികജാതി സമൂഹമാണ് കേരളത്തിലുള്ളത്. നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങൾ പരിശോധിക്കണം. തിരുവനന്തപുരത്ത് പണ്ടത്തെ കിളിമാനൂർ, ഇപ്പോൾ ചിറങ്കീഴ് മണ്ഡലം എന്ന് പറയുന്ന മണ്ഡലം പരിശോധിച്ചാൽ 50%-ലധികം ജനസംഖ്യയുള്ള സമൂഹമാണ് കേരളത്തിലെ പട്ടിക വിഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 45%-ഓളം അടുത്ത് ജനസംഖ്യ വരുന്ന സമൂഹമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. കുന്നത്തൂർ മണ്ഡലം പരിശോധിച്ചാൽ 65%, കൊല്ലം ജില്ലയിൽ 65%-ൽപ്പെട്ട ആളുകൾ പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട് പരിവർത്തിത ക്രൈസ്തവരായിട്ട്. മാവേലിക്കര മണ്ഡലത്തിൽ 40%-ലധികം ആളുകളുണ്ട്. ഇനി കോട്ടയം ജില്ല പരിശോധിച്ചാൽ കടുത്തുരുത്തിയും കാഞ്ഞിരപ്പള്ളിയും അതേ മണ്ഡലമാണ്. കുന്നത്തുനാട് മണ്ഡലം എറണാകുളം പരിശോധിച്ചാലുണ്ട്. കോട്ടയത്ത് തന്നെ വൈക്കം മണ്ഡലം പരിശോധിച്ചാലും അങ്ങനെയുണ്ട്. ആലപ്പുഴ ജില്ല പരിശോധിച്ചാൽ അരൂർ മണ്ഡലവും ചെങ്ങന്നൂർ മണ്ഡലമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമതി ഭാർഗവൻ ക്രിയേറ്റ് ചെയ്ത് വിട്ട മനുസ്മൃതി അതുപോലെ തന്നെ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് നോക്കണം, നിങ്ങളുടെ കാതുകൾ തുറന്ന് നിങ്ങൾ കേൾക്കണം. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുകയല്ല, വീടുകളിൽ നിന്നും വീടുകളിലേക്ക് കയറുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണം നമ്മൾ. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരു കണക്കൊളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ജാതി സെൻസസിനെ എന്തുകൊണ്ട് കേരളത്തിൽ 9% വരുന്ന നായരും അതുപോലെ തന്നെ 3% വരുന്ന ക്രിസ്ത്യാനിയും എന്തുകൊണ്ട് ജാതി സെൻസസ് വേണ്ട എന്ന് പറയുന്നത് ചോദിച്ചാൽ 2017 ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. 2017-ലോ 2018-ലോ ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. ആ അബദ്ധം എന്ന് പറയുന്നത് ശശിധരൻ നായർ കമ്മീഷനാണ്. ഇതിലെല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശശിധരൻ നായർ കമ്മീഷനെ നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്നും ഏറ്റവും കൂടുതൽ പണമെടുത്ത് കോടികൾ ചെലവഴിച്ച് നടത്തിയ ഒരു കമ്മീഷനാണ് ഈ ശശിധരൻ നായർ കമ്മീഷൻ. നിങ്ങൾ ഈ പേരിന്റെ അറ്റത്ത് കിടക്കുന്ന നായർ തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം ഈ കമ്മീഷൻ എന്തിനു വന്നു. കേരളത്തിലെ നായർ വിഭാഗത്തിന്റെ ജനസംഖ്യ പഠിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും ചായ കുടിച്ചാലും അപ്പം കഴിച്ചാലും ഊണ് കഴിച്ചാലും സിനിമ കണ്ടാലും കേരളത്തിന്റെ പൊതുഖജനാവിലേക്ക് പോകുന്ന നികുതി പണത്തിൽ നിന്നും എടുത്തുകൊണ്ട് നായർ വിഭാഗത്തിന്റെ മാത്രം കണക്ക് പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മീഷൻ കൊണ്ടുവന്നു. അതാണ് ശശിധരൻ നായർ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ ശശിധരൻ നായർ കമ്മീഷൻ മുന്നോട്ട് വെച്ച കണക്ക് പ്രകാരം അവർ പറയുന്നത് കേരളത്തിൽ 20% ജനസംഖ്യ നായരാണെന്നാണ് പറയുന്നത്. 20% ജനസംഖ്യ നായർ. ഈ കണക്കൊക്കെ നമ്മോട് പറഞ്ഞാൽ ഇവരുടെയൊക്കെ മോണ കുത്തിക്കിഴിക്കണം എന്നേ ഞാൻ നാട്ടുഭാഷയിലൂടെ പറയുള്ളൂ. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവ സമൂഹം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സമുദായം എന്ന് പറയുന്നത് കേരളത്തിലെ ഈഴവരാണ്. 25% ജനസംഖ്യയുള്ള ഇസ്ലാമിക സമൂഹം കഴിഞ്ഞാൽ കേരളത്തിൽ ഹിന്ദു സമുദായത്തിന്റെ എണ്ണം പരിശോധിക്കുമ്പോൾ 22% ജനസംഖ്യയുള്ള ഈഴവ സമുദായമുണ്ട് ഇവിടെ.
പക്ഷേ ഈഴവ സമുദായത്തിനും ഒരു പ്രശ്നമുണ്ട്. ഈഴവ സമുദായത്തിനും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എല്ലാം നമ്മൾ പരിശോധിച്ചാൽ മതിയാവും. കാരണം ശ്രീനാരായണ ഗുരു, മഹാനായ സഹോദരൻ അയ്യപ്പൻ, GK മാധവൻ അവർകൾ, അത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ, കുമാരനാശാൻ അവർകൾ, അങ്ങനെ ഇന്ത്യയിലെ നവോത്ഥാന നായകരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയ സമുദായം എന്ന് പറയുന്നത് ഈഴവ സമുദായമാണ്. രണ്ടാമത്തെ സ്ഥാനത്താണ് പുലയ സമുദായം നിൽക്കുന്നത്, അല്ലെങ്കിൽ പട്ടിക വിഭാഗങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ്. ഈഴവ സമുദായത്തിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരളത്തിൽ വന്നത്. മാത്രവുമല്ല, അവർ നടത്തിയ പോരാട്ടങ്ങളൊന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്നതുമല്ല. ആ പോരാട്ടങ്ങളെ അവർ തന്നെ ഹൈന്ദവവൽക്കരിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് രാഷ്ട്രീയപരമായ പിന്നോക്കാവസ്ഥയ്ക്ക് കാര്യമൊരുക്കിയത്. കാരണം ഹൈന്ദവത പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം എന്ത് സംഭവിക്കും? ജാതിയിൽ എണ്ണം കുറഞ്ഞ ആളുകൾ നമ്മുടെ മുകളിലേക്ക് ഇരിക്കും. അവർ പറയുന്നത് നമുക്ക് അനുസരിക്കേണ്ടി വരും. ഹൈന്ദവത പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യും, എത്ര മണിക്ക് നമ്മൾ 28 കെട്ടണം, അത് പുള്ളി തീരുമാനിക്കും, അത് അവിടുത്തെ തിരുമേനി തീരുമാനിക്കും. എത്ര മണിക്ക് നമ്മൾ കല്യാണം നടത്തണം, അത് അവിടുത്തെ തിരുമേനി തീരുമാനിക്കും. ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് രാഷ്ട്രീയപരമായ അധികാരത്തിലേക്ക് ഈഴവ സമുദായത്തിന് എത്താൻ പറ്റാതെ പോയത്. അതുകൊണ്ടാണ് ഈഴവ സമുദായത്തിന് കേരളത്തിൽ MLA-മാരുടെ എണ്ണം കുറഞ്ഞു പോയത്. അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ എണ്ണം കുറഞ്ഞു പോയത് അതുകൊണ്ടാണ്. കാരണം കൂടെ നിർത്തി ഹിന്ദു മതത്തിലെ ന്യൂനപക്ഷ വിഭാഗം അവരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായതും. ആറന്മുള ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ആചാര ലംഘനം നടന്നു എന്ന് പറഞ്ഞാണ്. ആചാര ലംഘനം എന്ന നിലയിൽ അവിടുത്തെ ഈ വിക്രമൻ വാസുദേവ തിരുമുൽപ്പാട് എന്ന് പറയുന്ന അവിടുത്തെ തന്ത്രി പറയുന്നത്, വള്ളസദ്യ തുടങ്ങുന്നു. വള്ളസദ്യ തുടങ്ങുന്നതിന് മുൻപ്, ഭഗവാന് നേദിക്കുന്നതിന് മുൻപ്, ഈ ജനാധിപത്യ ക്രമത്തിൽ അധികാരത്തിലേറിയ ബഹുമാനപ്പെട്ട മന്ത്രി VN വാസവന്, അദ്ദേഹത്തിന് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം ആദ്യം എന്ത് ചെയ്ത്, വിശപ്പുള്ള മനുഷ്യനാണ്, ഈ ഭക്ഷണം ഇത് എവിടെ പൂജിച്ചോ ആരുണ്ടാക്കിയെന്നുള്ള വിഷയമല്ല, നമുക്ക് കഴിക്കാനുള്ള സാധനമാണ്. അദ്ദേഹം ഈ ഭഗവാന് നേദിക്കുന്നതിനേക്കാൾ മുൻപ് അദ്ദേഹം കഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും പോയി. ആ പരിവാരങ്ങളും പോയപ്പോ ഇതേ തന്ത്രി സെപ്റ്റംബർ മാസം 14 തീയതി നടന്ന സംഭവത്തിന്മേൽ സെപ്റ്റംബർ മാസം 16 തീയതി ഈ ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അദ്ദേഹം ആവലാതി പറയുകയാണ്. അവിടെ അദ്ദേഹം പറയുന്നത്, ഇവിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഭഗവാന് നിവേദിക്കുന്നതിനേക്കാൾ മുൻപേ ഈ മന്ത്രിയും പരിവാരങ്ങളും കഴിച്ചുകൊണ്ട് പോയത് കൊണ്ട് ആചാര ലംഘനം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിന് മറുപടിയായിട്ട് പരിഹാരക്രിയ ചെയ്യണം. ആ പരിഹാരക്രിയ എന്ന് പറയുന്നത്, ഇനിയും വീണ്ടും ഒരു വള്ളസദ്യ നടത്തണം. 11 പറ അരിയിട്ട് വേണം വള്ളസദ്യ നടത്താൻ. 1 പറ അരിയുടെ പായസം ഉണ്ടാക്കണം. മാത്രവുമല്ല, എന്ത് ചെയ്യണം? അടിമപ്പണം, എണ്ണപ്പണം എന്നാണ് ഇവർ പറയുന്നത്, പക്ഷെ അത് അടിമപ്പണമാണ്. ഇത് ഉരുളി നിറച്ചു കൊടുക്കണം. എന്നിട്ട് ഇവരെല്ലാം ഈ ഭഗവാനോട് മാപ്പ് പറയണം. ഇതിന്റെ പ്രശ്നം മറ്റൊന്നുമല്ല, ജാതിയെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നതാണ്. ഈ ഭഗവാന് നേദിക്കുന്നതിനേക്കാൾ മുൻപേ ജനാധിപത്യ ക്രമത്തിൽ അധികാരമേറ്റ നമ്മളെയൊക്കെ നിയന്ത്രിക്കാൻ അധികാരപ്പെട്ട ഒരു മനുഷ്യൻ, മന്ത്രി വാസവൻ, ആ ഭക്ഷണം കഴിച്ചപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ മന്ത്രി ഈഴവനാണെന്നുള്ള പ്രശ്നം. മന്ത്രി ഈഴവനായതാണ് പ്രശ്നം. ഹിന്ദു സാമൂഹിക വ്യവസ്ഥിതിയിൽ ഈഴവൻ എന്ന് പറയുന്നത് ഒരു കീഴ്ജാതിക്കാരനോ അയിത്തജാതിക്കാരനോ ആയിട്ട് ഇന്ന് കേരളം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഹിന്ദു സാംസ്കാരിക ക്രമത്തിൽ ഈഴവൻ അയിത്തജാതിക്കാരനായാണ് അങ്ങനെ പറയുന്നത്. മറിച്ച് ഈ മന്ത്രിയുടെ സ്ഥാനത്ത് വല്ല കുറുപ്പെന്നോ മേനോനെന്നോ വർമ്മയെന്നോ ഉണ്ണിത്താനെന്നോ പേരുള്ള ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇദ്ദേഹം ദേവസ്വം ബോർഡിന് പരാതിയും കൊടുക്കില്ലായിരുന്നു, ഈ പരിഹാരക്രിയ നിർദ്ദേശിക്കത്തുമില്ലായിരുന്നു. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ വിശ്വാസ സംരക്ഷണ യാത്ര കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുന്നു. ഇന്നലെ ഹരിപ്പാട് ഇതേ സ്ഥലത്ത് വെച്ചൊരു മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിംഗിൽ കോൺഗ്രസ് നേതാവ് പറയുന്നത്, അവന് വിവരമില്ല. 6ാം ക്ലാസ് വരെ പഠിച്ച കറിവെപ്പുകാരനായ വാസവന് ഹിന്ദു സാംസ്കാരികതയെ കുറിച്ച് എന്തറിയാം? കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ ഭൂരിപക്ഷ സമുദായമാണ് വാസവന്റെ സമുദായം. അയാളുടെ സമുദായം വിചാരിച്ചാൽ കേരളത്തിന്റെ ഭരണം വേണേ അട്ടിമറിക്കാൻ കഴിയും. രാഷ്ട്രീയമായി ചിന്തിക്കുന്നില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നിട്ടും കോൺഗ്രസ്സുകാരനായ നേതാവ് പറയുന്നത് 6ാം ക്ലാസ് വരെ മാത്രം ഈ കറിവെപ്പ് കൊണ്ട് ഷാപ്പ് കറിക്കാരനായിട്ട് നടന്ന വാസവന് വിവരമില്ലെന്നും. എന്നിട്ടും അത് കേട്ടോണ്ട് കുറെ ഈഴവർ അവിടെ നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാരായ ഈഴവർ അവിടെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഹിന്ദുത്വം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്, മനുസ്മൃതി പ്രാക്ടീസ് ചെയ്യുന്നത്, സുമതി ഭാർഗവനെ അനുസരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്.
ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഈ ഭൂരിപക്ഷ സമൂഹമായ ഈ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായങ്ങളാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇതൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, നമ്മളിൽ നിന്നും ആർട്ടിക്കിൾ 17 പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ട മതത്തെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അത് കൊണ്ടു നടക്കാനുമുള്ള അധികാരം ഒരു പൗരാവകാശം ഒരു മനുഷ്യനുണ്ട്. ഇന്ത്യയിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അത്തരമൊരു പ്രാക്ടീസ് അവർ ചെയ്യുന്നത് കൊണ്ട് ആ ആളുകളാണ് ഈ പാവപ്പെട്ട പട്ടികജാതിക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും തട്ടിക്കൊണ്ടുപോയെന്നാണ് നമ്മളെ പറഞ്ഞത്. അതായത് പരിവർത്തിത ക്രൈസ്തവരാണ് പട്ടികജാതി സമൂഹത്തിന്റെ ആനുകൂല്യങ്ങൾ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഇവർ പറയുന്നത്. ഇതിന്റെ പ്രശ്നം നമ്മുടേതാ, കുഴപ്പം നമ്മളാ. കാരണം എന്താ? വിശ്വാസത്തിൽ രണ്ടു വശം നിൽക്കുമ്പോഴും രാഷ്ട്രീയപരമായി ഐക്യപ്പെടുവാൻ ഈ വിഭാഗത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം ഇരിക്കുന്നത്. അപ്പോ ഇവർ ഈ പരിവർത്തിത ക്രൈസ്തവർ ഈ അവകാശങ്ങളെല്ലാം തട്ടി. ഞാൻ അതാണ് ചോദിക്കുന്നത്. ഈ 9% മാത്രം കേരളത്തിൽ ജനസംഖ്യയുള്ള ഈ നായർ സമുദായത്തിന് കേരളത്തിൽ 18 ചീഫ് സെക്രട്ടറിമാർ കൊടുത്തപ്പോ ഇത് പരിവർത്തിത ക്രൈസ്തവരാണോ തട്ടിക്കൊണ്ടുപോയത്? ഈ 3% മാത്രം ജനസംഖ്യയുള്ള ഈ ക്രൈസ്തവ വിഭാഗം 12 ചീഫ് സെക്രട്ടറിമാരെ ഇതുവരെ കൈവശം വെച്ചപ്പോ ഇത് കൊണ്ടുപോയത് പരിവർത്തിത ക്രൈസ്തവരാണോ? 1% മാത്രം താഴെ ജനസംഖ്യയുള്ള ബ്രാഹ്മണ സമുദായത്തിന് കേരളത്തിൽ 12 ചീഫ് സെക്രട്ടറിമാരെ കിട്ടി. ഇത് പരിവർത്തിത ക്രൈസ്തവർ കൊണ്ടുപോയതാണോ? അല്ല, അങ്ങനെ കൊണ്ടുപോയതല്ല. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകൾ ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാതെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ്. നമ്മൾ പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാണ്. ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ ഗുണഭോക്താക്കൾ ഇതുവരെ ആരായിരുന്നു എന്നതിന്റെ കള്ളി വെളിച്ചത്താകും എന്നുള്ളത് കൊണ്ടാണ് ഈ കേരളത്തിൽ NSSഉം സവർണ ക്രൈസ്തവ സഭകളും ജാതി സെൻസസ് വേണ്ട എന്ന് പറയുന്നത്. ഇവർക്ക് ജാതി വേണം, ജാതി വ്യവസ്ഥിതി നിലനിർത്തണം, അത് ഇവരുടെ ആവശ്യമാണ്. കാരണം എന്താ? ജാതിയുടെ ഗുണഭോക്താക്കൾ ഇവരാണ്. ജാതിയുടെ ഗുണഭോക്താക്കൾ അവരും ജാതിയുടെ ഇരകൾ നമ്മളുമായാണ് ഇവിടുത്തെ പ്രശ്നം. അവർ ആഗ്രഹിക്കുന്നത് ഈ ഹിന്ദു സമുദായത്തിലെ മേൽജാതികളും സവർണ ക്രൈസ്തവരും ആഗ്രഹിക്കുന്നത് ജാതി വ്യവസ്ഥിതി നിലനിർത്തിക്കൊണ്ട് തന്നെ ജാതിയുടെ ഗുണഭോക്താക്കൾ അവരും ജാതിയുടെ ഇരകൾ നമ്മളുമാകുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്നത് ഇവിടുത്തെ നായരെയെല്ലാം അങ്ങ് തല്ലിയോടിച്ച് കളയണമെന്നല്ല, ഇവിടുത്തെ നമ്പൂതിരിയെയും സവർണ ക്രിസ്ത്യാനികളെയും തല്ലിയോടിക്കണമെന്നല്ല പറയുന്നത്. അവർക്ക് 9% നായർക്ക് ജനസംഖ്യ ഉണ്ടെങ്കിൽ അവർക്ക് 9% പ്രാതിനിധ്യം സർക്കാരിന്റെ എല്ലാ മേഖലകളിലും കൊടുക്കണം. അത് വേണം, അതവർ കൊടുക്കണം. 1% ബ്രാഹ്മണന് സകല മേഖലകളിലും 1% തന്നെ പ്രാതിനിധ്യം കൊടുക്കണം. 3% സവർണ ക്രിസ്ത്യാനിക്ക് 3% തന്നെ പ്രാതിനിധ്യം കൊടുക്കണം. ഇതാണ് ജനാധിപത്യം. ഈ തുല്യമായി വീതം പ്രാതിനിധ്യത്തെ തുല്യമായി വീതം വെക്കുന്ന പ്രവണതയിലേക്ക് ആ പ്രക്രിയയിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറാകുവാൻ വേണ്ടി ഒരു സാമൂഹ്യ വിദ്യാഭ്യാസ പദ്ധതി എന്ന നിലയിലാണ് ഞങ്ങൾ ELF എന്ന പേരിൽ ഇനി മുതൽ കൈപ്പുസ്തകം ഇറക്കാനും ഇപ്പോൾ കേരളത്തിൽ 5 ജില്ലകളിൽ ഓപ്പൺ സെമിനാർ നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ഈ വേദിയിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ അതിൽ വീണ്ടും പങ്കെടുക്കും. അപ്പോ അങ്ങനെ എല്ലാ ജില്ലകളിലും പിന്നീട് താലൂക്കുകളിലും ഈ ഓപ്പൺ സെമിനാറുകൾ നടത്തി ആളുകൾ ഒരു പ്രബുദ്ധ സമൂഹത്തെ സൃഷ്ടി. ഇന്ന് പറയുന്ന പ്രബുദ്ധത എന്ന് പറയുന്നത് ഈ കിഴക്കാൻ തൂക്കായിട്ട് കിടക്കുന്ന വ്യവസ്ഥിതിയാണല്ലോ. അതല്ല നമുക്ക് വേണ്ടത്. ആ പ്രബുദ്ധ സാംസ്കാരികത, ആ രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തിന് ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഈ 31-ാം തീയതി തിരുവനന്തപുരത്തും ഈ നവംബർ മാസം 20 കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ പത്തനംതിട്ട, എറണാകുളം, കൊല്ലം ഈ അടുത്തടുത്ത ദിവസങ്ങളിലെല്ലാം ഇത്തരമൊരു ഓപ്പൺ സെമിനാർ തീർച്ചയായിട്ടും നടത്തും. ഇതിൽ ഒരു രാഷ്ട്രീയക്കാരനെയും ഞങ്ങൾ ഭയക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയക്കാരനെ, കാരണം ഞങ്ങൾ ആരുടെയും മുന്നിൽ കൈനീട്ടാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാവപ്പെട്ട ആളുകളുടെ മുന്നിൽ കൈനീട്ടും, പക്ഷേ ഒരു രാഷ്ട്രീയക്കാരന്റെ മുന്നിലും കൈനീട്ടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ ആർട്ടിക്കിൾ 17 ആനുകൂല്യം അനുഭവിക്കേണ്ട ഒരു സമൂഹത്തെ രണ്ടായിട്ട് തിരിച്ചു നിർത്തി. കാരണം എന്താ? ശാസ്ത്രബോധമില്ലാത്ത സമൂഹമായി നമ്മൾ മാറിയിരിക്കും. ആർട്ടിക്കിൾ 51H പറയുന്നത് പോലെ, ആർട്ടിക്കിൾ 51H പറയുന്നത് പോലെ ശാസ്ത്രബോധമുള്ള ശാസ്ത്രാധിഷ്ഠിത ജീവിതം നയിക്കുന്ന ഒരു പൊതുസമൂഹത്തെ സൃഷ്ടിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കുമുണ്ട്. ആ പൗരബോധം, ആ ഉത്തരവാദിത്വം ഉള്ളതിന്റെ പേരിലാണ് നിങ്ങളുടെ ബ്രഹ്മാവോ നിങ്ങളുടെ വിഷ്ണുവോ അതിനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, നിങ്ങളുടെ ക്ഷേത്രം നേരെയാകില്ലേ എന്ന് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്.
അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ചെയ്തത്. അല്ല, അദ്ദേഹം ഒരു മതത്തെയോ ഒരു ദൈവത്തെയോ അധിക്ഷേപിച്ചതല്ല. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ആർട്ടിക്കിൾ 51H നിൽക്കുന്ന ഉത്തരവാദിത്വമാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും ഉത്തരവാദിത്വം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്പലത്തിന്റെ പ്രശ്നം പരിഹരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദൈവത്തിന് ശക്തിയുള്ളായിരുന്നു, അത് പരിഹരിക്കാമായിരുന്നു. അതുകൊണ്ട് കോടതിയിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ഈ ആർട്ടിക്കിൾ 51H ഉത്തരവാദിത്വം അദ്ദേഹം രേഖപ്പെടുത്തിയാണ്. അതുകൊണ്ട് രാഷ്ട്രബോധമുള്ള, പൗരബോധമുള്ള പ്രബുദ്ധ സമൂഹത്തെ സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന കടമ ഞങ്ങൾ നിറവേറ്റുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്പൺ സെമിനാർ ഇവിടെ ഞങ്ങൾ നടത്തുവാൻ തയ്യാറായത്. കേരളത്തിലെ എല്ലാ മേഖലകളിലും ഇത്തരം ഓപ്പൺ സെമിനാറുകളുമായി ഒരു പ്രബുദ്ധ സമൂഹത്തെ സൃഷ്ടിക്കുവാൻ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് മുഴുവൻ ആളുകളുടെയും, എല്ലാവിധ ആളുകളുടെയും, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളുടെയും പിന്തുണയും കൂടി ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ യോഗം എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭീം, ജയ് ഭാരത്.